അപ്പൊ ഞങ്ങൾ മൂന്നാൾ ഈ കുപ്പിയരി നിൽക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതുണ്ടോ കുപ്പിയലി ബീഫ്. ഗൈസ് കിഡിലും പോത്തിറച്ചി ഒന്നും നോക്കിയില്ല, ഒരു കൈ ഫുള്ള് വാങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റുകളായിട്ട് മുനീർ, ഫാറൂഖ്, ലാല ടീമാണ്. ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ഹെൽത്തി റൈസും ഒരു സലാഡും ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ചവിട്ടിപ്പൊട്ടിക്കുകയും ചെയ്യുക. ഇത് കോട്ടേജ് പെരിന്തൽമണ്ണ പാലക്കാട് റോട്ടിൽ EMS ഹോസ്പിറ്റലിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരും. ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട്. ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞ് സ്പോട്ടിലെത്തുമ്പോൾ 3 മണിയായി. ഫാറൂഖ്, മുനീർ, ലാല ടീം അനസ്ബായിൻ്റെ കൂടെ നേരത്തെ എത്തിയിരുന്നു. ചെറിയൊരു ടർഫുണ്ട് റിസോർട്ടിൻ്റെ താഴെ, അവിടെ തന്നെ ഒരു കിച്ചണും ഉണ്ട്. ആദ്യം തന്നെ വിറക് വേണം, അത് റെഡിയാക്കി. നസിബ്രോ ഇറച്ചി നല്ലോണം കേൾക്കി. 6 മാസത്തെ റീ എൻട്രിക്ക് വന്നിട്ടുള്ള ഒരു പാവം പ്രവാസിയാണ് നസി. ഇന്ന് റെസിപ്പി ഇറച്ചി കുപ്പിയിൽ നിറച്ചതാണ്. അതിന് ഇറച്ചി ഒന്നും കൂടെ ചെറുതാക്കി കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്തു. ഹായ് ചങ്കളെ, അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് പെരിന്തൽമണ്ണ പാതായിക്കര നേരെ ഓപ്പോസിറ്റ് കോട്ടേജ് പറഞ്ഞ ഒരു റിസോർട്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ കുറെ പ്രമുഖന്മാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്തതാണ് അല്ലേ. അപ്പൊ ഞങ്ങൾ മൂന്നാൾ ഈ കുപ്പിയരി നിൽക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതുണ്ടോ കുപ്പിയില് ബീഫ്. കുപ്പിയിൽ ഭൂതം കേൾക്കണത്. അപ്പൊ ഇത് പൊട്ടാതെ ഉണ്ടാക്കുന്ന പറയണത്. അതൊക്കെ മുതിർന്ന അടുത്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ കിടക്കണത്. ഒക്കെ മൂപ്പര് പറഞ്ഞു തരും. പൊട്ടിക്കഴിഞ്ഞാൽ അവന്റെ മജ്ജത്താണ്. അതാണ് കൊറേ നേരമായി പഴിച്ച് ചോദിച്ചിരിക്കണു. രാവിലെ വന്ന് നിൽക്കണ ഉണ്ട്. ബീഫ് കുപ്പിയിൽ നിറക്കുക, അതിൽ കൂടുതലും മസാലകളൊന്നും ചേർക്കണില്ല. അതങ്ങനെ വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ 1 മണിക്കൂറോളം തിളപ്പിക്കും. അത് വെള്ളത്തിടും, അടച്ചിട്ട് നേരെ വെള്ളത്തിടും. വെള്ളത്തിട്ടാ പൊട്ടൂല, നേരെ ഡയറക്റ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കി തരേ പൊട്ടുന്നുണ്ട്. എന്നിട്ട് വറക് കൂട്ടി കത്തിച്ചിട്ട് അതിൽ വെക്കുക. അല്ല, ചെമ്പിൽ ഇറക്കി വെക്കാം, വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട്. ബീഫൊക്കെ വേണമെങ്കിൽ കുറെ ടൈം. ഇത് പെട്ടെന്ന് കുപ്പി ആയതുകൊണ്ട് സാധനം ഉള്ളിൽ ചൂടാകും പെട്ടെന്ന്. അപ്പൊ ഇതില് മസാല വരട്ടിട്ട് എന്നിട്ട് അതിന്റെ അടപ്പുകൊണ്ട് തന്നെ അടക്കല്ലേ വെച്ചിട്ട്. ഇത് വെള്ളം നോക്കണ്ട. ഇല്ല, വെള്ളമല്ല, ഒരു ഹെൽത്തി റൈസ് ആണ്. കുറച്ച് നല്ല വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ബട്ടറിൽ ഉണ്ടാക്കുന്ന റൈസും. മസ്റ്റർഡ് ആണ് ഈ സലാഡ്. തൈരിന് പകരം. അതാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ മുനീർക്കാന്റെ ഒപ്പം തന്നെയാണ് കൂടേണ്ടവരൊക്കെ കൂടെ കൂടിക്കോളി. മറക്കണ്ട, എന്തായാലും പെരിന്തൽമണ്ണ വരുന്നവരുണ്ടെങ്കിൽ പാതായിക്കര കോട്ടേജ് EMSന്റെ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടനെ ഒരു റേറ്റ് കയറി പോന്നാല് EMSന്റെ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാലേ പാതായിക്കരയിലെ റിസോർട്ട്. അപ്പൊ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ കുത്തിഞ്ഞക്കി പൊട്ടിക്കുക. ചിരിച്ചോളി കുരിപ്പാളെ. ഇന്ന് ഞങ്ങളുടെ റെസിപ്പിയിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളക് ഇത് നല്ലോണം ചതച്ചെടുക്കണം. ഇനി വേണ്ടത് നാരങ്ങ, അണ്ടിപ്പരിപ്പ്, വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അടപ്പ് നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കുപ്പി ബോട്ടൽ വേണം ഇറച്ചി നിറക്കാൻ. ഇറച്ചി കുപ്പിയുടെ മുക്കാഭാഗവും നിറച്ചിട്ട് അതിന് മുകളിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു, സ്റ്റാർ, ഉണക്ക കുരുമുളക് എന്നിവ ഇട്ടതിന് ശേഷം കുപ്പി നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഒരു ചെമ്പിൽ കുപ്പിയുടെ പകുതിയോളം വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ച് അതിലൊരു കട്ടിയുള്ളൊരു തുണി കഷ്ണം ഇട്ട് വെക്കണം. അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട്. കുപ്പിയിലൊക്കെ ആക്കി മസാല വല്ലാതൊന്നും ഇട്ടിട്ടില്ല അല്ലേ? അപ്പൊ ഞങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അപ്പൊ വെള്ളം ചൂടായിട്ടുണ്ട്. അതിക്ക് ഞങ്ങൾ വെക്കുകയാണ്. സാധാരണ എല്ലാ ബ്ലോഗർമാരും ചെയ്യണമാര് ഇത് ആദ്യം ഒരു മുളക് അരിഞ്ഞു,
ഉള്ളി അരിഞ്ഞു അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞങ്ങളില്ല. പെട്ടെന്ന് ഇട്ടും തുമിച്ചിട്ടില്ല പരിപാടിയാണ്. അതുകൊണ്ട് അന്ത്യായി. അതുകൊണ്ട് 12. 1 മണിക്കൂർ നല്ലപോലെ തീ കത്തിച്ച് തിളപ്പിച്ചെടുക്കണം. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഒരു ചോറുണ്ടാക്കണം. ഒരു വെറൈറ്റി ടൈപ്പ് ഹെൽത്തി റൈസാണ്. അത് വെള്ളത്തിൽ റൈസ് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. ആദ്യം വൈറ്റ് സേല റൈസാണ് ഞങ്ങൾ ചോറുണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. പക്ക ഹെൽത്തി റൈസാണ്. മെയിൻ വേണ്ടത് പാലക്കാണ്. സ്പ്രിംഗ് ഓണിയൻ, റെഡ് ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി, ബ്രക്കോളി ഇതൊക്കെയാണ് ഈ ചോറിലെ വെജിറ്റബിൾസുകൾ. ഉരുളി ചൂടായി വന്നാൽ ബട്ടർ ഇട്ട് ക്യാരറ്റ്, ബ്രക്കോളി അത് രണ്ടും ആദ്യം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസും ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടി, ഉപ്പും ആവശ്യത്തിന് ഇട്ട് ബ്ലാക്ക് പെപ്പർ സോസ്, സോസ്, കെച്ചപ്പ് ഇതൊക്കെയാണ് ഇതിലെ സോസുകൾ. അവസാനം പാലക്കിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഊറ്റി വെച്ച റൈസ് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഒരു സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹണി മസ്റ്റാർഡ് സലാഡാണ്. സലാഡ് ഡ്രസ്സിങ്ങിന് വേണ്ടത് കെച്ചപ്പ്, ഹണി മസ്റ്റാർഡും, സ്വീറ്റ് ചില്ലിയും, സുമാക്കും, പാപ്രിക്ക പൗഡറും, അവസാനം നല്ല കട്ട തൈരും ഒലീവ് ഓയിലും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റാർഡ് ഹണി സലാഡ് റെഡിയാണ്. അപ്പൊ നമ്മളെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഏതാണ് അടിപൊളി. ഒരു രക്ഷയില്ല. പൊളി 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 പൊളി. അടിപൊളി. നല്ല അടിപൊളി. അതിനെ ഭക്ഷണം കൂടി നോക്കി നോക്കാം അല്ലേ. നമ്മുടെ ബീഫിൻ്റെ ടൈം 1 മണിക്കൂറിൻ്റെ മുകളിലായി. ഇനി സാധനം എടുക്കാൻ നമുക്ക് എങ്ങനെയുണ്ട് കുപ്പി ബീഫ്? അടിപൊളി. സംഭവം അടിപൊളിയാണ്. ഒരു വേറെ വെറൈറ്റി ലെവൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. മുനീർ ഭായ്, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളി ഫുഡ്.
എല്ലാരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇപ്പൊ എന്തായാലും കുറച്ച് പാർസൽ പെരയും കൊണ്ടുപോവാണ്. കാരണം ഒരു രക്ഷയില്ല ഫുഡ് കടന്നിട്ടേ ആകെ കഴിച്ച് നല്ല വെന്തും. ആദ്യമായിട്ടാണ് എന്തായാലും ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കണത്. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ റൈദാൻ മുനീറിന്റെ ചാനൽ കാണുന്നവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ സപ്പോർട്ട് ആക്കാം. അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ തിരിച്ചുപോയി അടിപൊളിയാണ്.